എൻ്റെ വീട്ടിലെ കുക്കിംഗ് ഗ്യാസ് കഴിഞ്ഞിട്ട് 20-22 ദിവസമൊക്കെ ആയിട്ടോ. ഇനി 5-6 ദിവസം കൂടി കഴിയാണ്ടോ. ഇതിപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പം 42 ദിവസത്തെ ഒരു കണക്കാണല്ലോ. അപ്പം ഞങ്ങൾ വാങ്ങിയതാട്ടോ ഈ ഒരു മണ്ണെണ്ണ സ്റ്റൗവ്. ഈ മണ്ണെണ്ണയിലും ഡീസലിലും ഒക്കെ കത്തിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കറണ്ട് അടുപ്പിനേക്കാളും ഒന്നും കൂടി നല്ലതാണ് തോന്നിയോണ്ട് കേട്ടോ അത് വാങ്ങിയത്. പിന്നെ ഇന്ന് ചോറിനുള്ള കൂട്ടാൻ വെക്കണത് ഇതാ കുമ്പളങ്ങയും പിന്നെ മീൻ പൊരിച്ചതും കേട്ടോ. കുമ്പളങ്ങ കറിയും മീൻ പൊരിച്ചതും പാടാട്ടോ വെക്കണത്. ഞങ്ങൾ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-2.5 മാസത്തോളമൊക്കെ നിൽക്കും കേട്ടോ. കാരണം ഞങ്ങൾ പകുതിയിലേറെയും അടുപ്പത്താട്ട് ഉണ്ടാക്കുക. രാവിലത്തെ ചായക്കടി കഴിഞ്ഞാൽ ചോറുണ്ടാക്കും, പിന്നെ എന്തെങ്കിലും ഉപ്പേരി മീൻകറി ഒക്കെ അടുപ്പത്താട്ട് ഉണ്ടാക്കൽ. അങ്ങനെ അധികം ഗ്യാസുമ്മ കുക്ക് ചെയ്യലൊന്നുമില്ലല്ലോ. പക്ഷേ ഇപ്രാവശ്യം വേഗം ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒറ്റക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും ഗ്യാസ് കഴിഞ്ഞ്. ഈയിടെയായിട്ട് കുറേ ഞാൻ ഒറ്റക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധികം അടുപ്പത്തെ ഗ്യാസുമ്മയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വല്ല പ്രശ്നമായിരിക്കും എന്നൊക്കെ ആയിട്ട് വിചാരിച്ചത്. ഈ ഒരു സ്റ്റൗ വാങ്ങിയപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഈസി ആയിട്ടോ കുക്ക് ചെയ്യാനൊക്കെ. ഗ്യാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാങ്ങിയതാണ്. ഇനിയിപ്പോൾ 10-45 ദിവസം വരെ അത് കാത്തിക്കണ്ടേ വിചാരിച്ചിട്ട്. ഈ ഗ്യാസിന് നോക്കാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി ആൾ വരുമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു പൈപ്പിനായിരുന്നു കേടായി. അത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ചളി പിടിക്കണേന് ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചിരുന്നു കേട്ടോ. പിന്നെ അവർ വന്നിട്ട് അതൊക്കെ അഴിച്ചു നോക്കിയപ്പോൾ 2023 ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അവർ മാറ്റി തന്നു. പിന്നെ ഹോളും കാര്യങ്ങളൊക്കെ ആ ഒരു പൈപ്പിന് വന്നിരുന്നു, അത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഗ്യാസ് തീർന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടോ. പിന്നെ പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ച സംഭവങ്ങളൊക്കെ പെട്ടെന്നൊന്നും ചൂടാക്കരുത്, തണുത്തതിന് ശേഷം മാത്രം ചൂടാക്കിയാൽ മതി, പിന്നെ അടച്ച് വെച്ചിട്ട് എല്ലാം കുക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു കേട്ടോ. ഗ്യാസിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഞാൻ വെറൈറ്റി മീൻ പൊരിച്ചൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പുളി പറഞ്ഞ മീൻ പൊരിക്കലൊക്കെ നമ്മളിപ്പോൾ ഭയങ്കര വൈറലായിരുന്നല്ലോ. ഞാൻ അപ്പോഴൊന്നും ഇത് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോഴാണ് ഉണ്ടാക്കിയത്. പക്ഷെ എൻ്റെ പാളിപ്പോയിട്ടോ. ഇങ്ങനെയൊക്കെ പാളിപ്പോകുന്നുള്ളത് ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ഞാൻ ആ ഇഞ്ചി മൂപ്പിച്ചൊക്കെ കുറച്ച് ലോ ഫ്ലെയിം അല്ല ഹൈ ഫ്ലെയിം ആയിപ്പോയി. അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കേണ്ടതായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ കരിഞ്ഞതും മുരിഞ്ഞതൊക്കെ പാടായിട്ട് മീൻ പൊരിച്ചതായിട്ടും. എന്നാലും കുഴപ്പമില്ല, തിരക്കേടില്ല. അങ്ങനെ അതാ കുമ്പളങ്ങിയായി ആക്കി ഞാൻ തേങ്ങ കരച്ച് പാകും കേട്ടോ. ഈ ഒരു അടുപ്പത്തുണ്ടാക്കുമ്പോൾ എന്താ വെച്ചിട്ടാൽ പെട്ടെന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും വേഗം ആക്കിയിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കണം കേട്ടോ. എന്നാലും അതിൻ്റെയൊക്കെ ഒരു ചൊറുക്കുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇതൊക്കെ കടുകൊക്കെ പൊട്ടിച്ച് പാർന്നു. ഇനിയിപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അവിടെ ഒരു കുഞ്ഞിളം കൈ കാണും. ആ കുഞ്ഞിളം കൈയിൻ്റെ ഒക്കത്ത് കയറിക്കും. ഇനിയിപ്പോൾ ഒരു പരിപാടി നടക്കില്ല, ക്യാമറ കോള കൺട്രോളിലായിരിക്കും. അപ്പം ടാറ്റ ബൈ ബൈ.